ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS സബ്ജക്റ്റിലത്തെ 7ാമത്തെ പാഠമാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നോ ദി ഡയറക്ഷൻസ് നോ അവർ ഹോംലാൻഡ് എന്നാണ്. ഈ ഒരു വീഡിയോയുടെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 EVS നോക്കിയാൽ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി എടുക്കാനുള്ളത് ലാസ്റ്റത്തെ ലെറ്റ്സ് ആക്സസ് ആണ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. സോ നമുക്ക് നോക്കാം. പേജ് നമ്പർ 132 നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി പിക്ചർ ആൻഡ് മേക്ക് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ്. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് പിക്ചറിൽ? കോളേജ്, ഹോസ്പിറ്റൽ, ഹോട്ടൽ, ഷോപ്പിംഗ് മാൾ, പോലീസ് സ്റ്റേഷൻ, പാർക്ക്, പോണ്ട് എന്നിവയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡയറക്ഷൻസ് ആണല്ലേ പഠിക്കുന്നത്. 4 ഡയറക്ഷൻസ് ഉണ്ട്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എന്നിങ്ങനെയാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടാണ് താഴെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി കോളേജ് ഈസ് ദി മ്യൂസിയം സിറ്റുവേറ്റഡ്? കോളേജിൻ്റെ ഏത് ദിശയിലായിട്ടാണ് മ്യൂസിയം ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ചിത്രത്തിൽ കോളേജ് എവിടെയാണെന്ന് നോക്കാം. പിക്ചറിൽ ഇതാണല്ലോ കോളേജ്, മ്യൂസിയം ഇവിടെയാണുള്ളത്. ഇത് കോളേജിൻ്റെ ഏത് ഡയറക്ഷൻ ആണെന്നാണ് ചോദിച്ചത്. ഇവിടെ കറക്റ്റ് റൈറ്റ് ആയിരുന്നെങ്കിൽ, വലതുഭാഗമായിരുന്നെങ്കിൽ നമുക്ക് ഈസ്റ്റ് എന്ന് പറയാമായിരുന്നു. നേരെ താഴെയാണെങ്കിൽ നമുക്ക് സൗത്ത് എന്ന് പറയാമായിരുന്നു. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഡയറക്ഷൻ പറയാം? ഇത് സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും നടുവിലായിട്ടാണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾ ഓപ്ഷനിൽ സൗത്ത് ഈസ്റ്റ് എന്ന ഓപ്ഷനാണ് ടിക്ക് ചെയ്യേണ്ടത്. ബി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി പാർക്ക് ഈസ് ദി പോണ്ട് ലൊക്കേറ്റഡ്? പാർക്കിൻ്റെ ഏത് ഡയറക്ഷനിലായിട്ടാണ് പോണ്ട് സ്ഥിതി ചെയ്യുന്നത്, പോണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. നമുക്ക് പിക്ചറിൽ പാർക്ക് നോക്കാം. നമുക്ക് പിക്ചറിൽ ഇവിടെ പാർക്ക് കാണാം, പോണ്ട് ഇവിടെയാണുള്ളത്. പാർക്കിൻ്റെ നേരെ മുകളിലായിരുന്നുവെങ്കിൽ നമുക്ക് നോർത്ത് എന്ന് പറയാമായിരുന്നു. വലതുഭാഗമാണെങ്കിൽ ഈസ്റ്റ് എന്നും പറയാമായിരുന്നു. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ പോണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്ഷനിൽ നോർത്ത് ഈസ്റ്റ് എന്ന ഓപ്ഷനിലാണ് നിങ്ങളിവിടെ ടിക്ക് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ലൊക്കേഷൻ നോക്കാൻ സിമ്പിളാണ്. ഏതിൻ്റേതാണോ ചോദിച്ചത് അതിൻ്റേതായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് പാർക്കിൻ്റെ ഏത് ഡയറക്ഷനിലാണ് പോണ്ട് എന്നാണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡിറക്ഷൻ ഓഫ് ദി പോലീസ് സ്റ്റേഷൻ ഈസ് ദി കോളേജ് സിറ്റുവേറ്റഡ്? പോലീസ് സ്റ്റേഷൻ്റെ ഏത് ഡിറക്ഷനിലാണ് കോളേജ് ഉള്ളതെന്നാണ് ചോദ്യം. ഇവിടെ പിക്ചറിൽ ഇതാണല്ലോ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ്റെ ഏത് ഡിറക്ഷനിലാണ് കോളേജ് എന്നാണ് ചോദ്യം. സോ ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ കറക്റ്റ് ഇടത് സൈഡിലായിരുന്നുവെങ്കിൽ നമുക്ക് വെസ്റ്റ് എന്ന് പറയാമായിരുന്നു. മുകളിലാണെങ്കിൽ നോർത്ത് എന്നും പറയാമായിരുന്നു. പക്ഷേ ഇത് രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് കോളേജ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോർത്ത് വെസ്റ്റ് ആണ് ഡിറക്ഷൻ വരുന്നത്. സോ ഇവിടെ നിങ്ങൾ നോർത്ത് വെസ്റ്റ് എന്ന ഓപ്ഷനാണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, വെൻ എ പേഴ്സൺ ഈസ് ലുക്കിംഗ് അറ്റ് എ മാപ്പ് ടു വിച്ച് ഡയറക്ഷൻ ഓൺ ദി മാപ്പ് ഡസ് ഹിസ് റൈറ്റ് സൈഡ് പോയിന്റ് ടു? ഒരാൾ മാപ്പ് നോക്കി നിൽക്കുകയാണെങ്കിൽ അയാളുടെ വലതുവശം നമ്മുടെ മാപ്പിൽ ഏത് ഡയറക്ഷനായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി, ഒരാൾ നമ്മുടെ മാപ്പിനെ നോക്കി നിൽക്കുന്നു എന്നാണല്ലോ. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇത് നിങ്ങളൊരു പേഴ്സൺ ആണെന്ന് സങ്കല്പിക്കുക. ഇവിടെ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ഒരാളുടെ വലതുഭാഗം ഇവിടെയല്ലേ? ഇതല്ലേ റൈറ്റ് സൈഡായിട്ട് വരിക. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ മാപ്പിനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ഇത് റൈറ്റ് സൈഡും ഇത് ലെഫ്റ്റ് സൈഡുമാണ് വരുന്നത്. നമ്മുടെ ചോദ്യം റൈറ്റ് സൈഡ് ഏത് ഡയറക്ഷൻ ആണെന്നാണ്. റൈറ്റ് ഈസ്റ്റ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ റൈറ്റ് സൈഡ് ഏതാണ്? ഈസ്റ്റ് ആണ്. നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ലേ? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈസ്റ്റ് എന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നിങ്ങളവിടെ ഈസ്റ്റിന് നേരെ ടിക്ക് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
How many other schools are there in the ഗ്രാമപഞ്ചായത്ത് in which your school is located? നിങ്ങളുടെ സ്കൂളിലുള്ള ഗ്രാമപഞ്ചായത്തിൽ ടോട്ടലായിട്ട് എത്ര സ്കൂളുകളുണ്ട് എണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. അടുത്തത് 4ാമത്തെ ചോദ്യം. ലിയ ഈസ് ട്രാവലിംഗ് വിത്ത് ഹെർ ഫാമിലി ഫ്രം തിരുവനന്തപുരം ടു കോഴിക്കോട് ബൈ ട്രെയിൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ആർ ദേ ട്രാവലിംഗ്? ലിയ അവളുടെ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് യാത്ര ചെയ്യുകയാണ് ട്രെയിനിൽ. ഏത് ഡയറക്ഷനിലാണ് അവൾ യാത്ര ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന മാപ്പ് ഒന്ന് നോക്കാം. ഇവിടെയാണല്ലോ തിരുവനന്തപുരം ജില്ല ഇവിടെയാണ് വരുന്നത്. നമ്മളോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് എന്നാണ്. കോഴിക്കോട് ഇവിടെയാണ് വരുന്നത്. നിങ്ങൾ കണ്ടല്ലോ. സോ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് അവർ യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം താഴെ എന്താണ്, ഏത് ഡയറക്ഷനാണ് താഴെ സൗത്ത് ആണല്ലേ. താഴെ സൗത്ത് എന്ന് പറയും. താഴത്തെ ഡയറക്ഷൻ സൗത്ത് ആണ്. സോ മുകളിൽ താഴെ നിന്ന് മുകളിലോട്ടാണ് അവർ പോകുന്നത്. മുകളിൽ നോർത്താണ്. സോ അവർ യാത്ര ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? സൗത്ത് ടു നോർത്ത് ആണ്. സൗത്തിൽ നിന്നും നോർത്തിലേക്ക്. നിങ്ങളവിടെ സൗത്ത് ടു നോർത്ത് എന്ന് ആൻസർ എഴുതി കൊടുക്കുക. നമ്മുടെ ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നിങ്ങൾക്ക് 4 ഡയറക്ഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏതെങ്കിലും പേജസ് ഏതാണോ വേണ്ടതെന്ന് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. സോ നമ്മൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.